ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوان والأخوات أوصيكم أولا وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണികനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു പുതുവർഷത്തിന് ഇസ്ലാമിന് വലിയ സ്ഥാനമൊന്നുമില്ല. എന്നിരുന്നാലും 12 മാസങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ആ മാസങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നത് വളരെ നല്ലതാണ്.
2023 നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ 2024 അവസാനിക്കാൻ പോകുന്ന സമയത്ത് കൂടെയില്ല. നമ്മൾ ഭൂമിക്ക് മുകളിലാണെങ്കിൽ അവർ 6 അടി മണ്ണിലാണ്. എങ്കിൽ നമ്മൾ അല്ലാഹുവിനെ ഏറെ സ്തുതിക്കേണ്ടവരാണ്, അല്ലാഹുവിലേക്ക് ഏറെ അടുക്കേണ്ടവരാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ രീതി കണ്ടാൽ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകാത്ത ആളുകളുടെ ശൈലിയാണ്. പ്രിയമുള്ളവരെ, ഒരു വർഷം കടന്നു പോവുക എന്നത് ഒരു വർഷം മരണം അടുത്തു എന്നതാണ്. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തത് മരണത്തെ കുറിച്ചാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم أكثروا ذكر هذه اللذات. എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ നമുക്ക് വേണ്ടപ്പെട്ട കുറേയേറെ ആളുകൾ ഉണ്ടാകും. ഞാനാണ് മരണപ്പെടുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ പൊന്നുമക്കൾ ഉണ്ടാകും, എന്റെ ഇണയുണ്ടാകും, എന്റെ സഹോദരങ്ങളും സഹോദരിമാരുണ്ടാകും. ഞാൻ അറിയാതെ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. നിശ്ചലമായി ഒന്നും അറിയാതെ കിടക്കുന്ന എന്റെ മയ്യത്തിന്റെ അരികിൽ ഉപ്പ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയുന്ന മക്കളെ നമുക്ക് കണ്ടേക്കാം. നമ്മുടെ നന്മകളെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ മയ്യത്തിന്റെ അരികിൽ വേണ്ടപ്പെട്ടവരുണ്ടായേക്കാം. ഒന്നും അറിയാതെ കേൾക്കാതെ നാലാളുകൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അന്ത്യചുംബനം നൽകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ഖബറിൽ കൊണ്ടുവച്ച് മൂടുകല്ല് വെച്ച് وَمِنْهَا خَلَقْنَاكُمْ وَفِيهَا نُعِيدُكُمْ وَمِنْهَا نُخْرِجُكُمْ تَارَةً أُخْرَى. 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാ അഖിലകാരും അവിടുന്ന് പോരുകയാണ്. നമ്മുടെ പൊന്നുമക്കളും പോരുകയാണ്, നമ്മുടെ ഭർത്താവും പോരുകയാണ്, നമ്മുടെ ബാപ്പയും പോരുകയാണ്. ആ കൂരിരുട്ടിൽ ബാക്കിയാകുന്നത് നമ്മൾ മാത്രമാണ്. ആ മരണത്തെ കുറിച്ച് ഓർക്കാനാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്,
നബിയേ, ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്. ഹബീബായ റസൂൽ അതിന് മറുപടി പറയുന്നുണ്ട്, ഖാല അക്തറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ ഉലൈകൽ ലഖിയാസ്. മരണസ്മരണ വർദ്ധിപ്പിക്കുകയും അതിനുശേഷമുള്ളതിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്തവൻ അവരാകുന്ന ബുദ്ധിമാന്മാർ. മരണത്തെ കുറിച്ച് ഓർക്കുന്നവരാണവർ. മരണത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾക്ക് വേണ്ടി നന്നായി ഒരുങ്ങിയവരാണവർ. അങ്ങനെയുള്ളവരാണ് ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോ ഞാൻ അക്കൂട്ടത്തിൽ പെട്ടവനാണോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അക്കൂട്ടത്തിൽ പെട്ടവരാണോ? പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ദുനിയാവിന്റെ വിഷയത്തിന് വേണ്ടി ഒരുപാട് ഓടിയവരല്ലേ? കുട്ടിക്കാലം നമുക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. പ്രായപൂർത്തിയായി യുവത്വത്തിന്റെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നും കുറെ രസങ്ങളോടും അതുപോലെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളോടും കടന്നുപോയി. നിസ്കാരത്തെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ല, അമലിനെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ല, അള്ളാഹിനെ കുറിച്ചൊരു ചിന്തയില്ല, മരണത്തെ കുറിച്ചൊരു ചിന്തയില്ല, ഖബറിനെ കുറിച്ചൊരു ചിന്തയില്ല, ഖബറിലെ ചോദ്യത്തെ കുറിച്ചൊരു ചിന്തയില്ല, നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് ചിന്തയില്ല, വരാനിരിക്കുന്ന സ്വർഗത്തിന്റെ അനുഭൂതിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ലോകമാണ്, ദുന്യാവാണ് സ്വർഗം എന്ന് കരുതി ജീവിക്കുന്നവരായി ആ യുവത്വത്തിന്റെ അതുപോലെ യൗവനത്തിന്റെ സമയങ്ങളെല്ലാം ചെലവഴിച്ചു. ആലോചിച്ചു നോക്കൂ, ശരിയാണോ അല്ലേ? ഹയ്യാലസ്സലാ എന്ന് വിളിക്കുമ്പോ ആരോഗ്യമുള്ള ശരീരമുണ്ടായിരുന്നു, ആരോഗ്യമുള്ള കൈകാലുകൾ ഉണ്ടായിരുന്നു, പള്ളി അടുത്തുണ്ടായിരുന്നു. എന്നിട്ട് അതിന് മറുപടി കൊടുക്കാതെ നടന്നു. ആ നടത്തത്തിലാണ് മരണം പിടിക്കുന്നത് എങ്കിൽ ആ മരണം വളരെ മോശമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ബുദ്ധിയില്ലാത്തവനായി, വിഡ്ഢിയായി, നരകത്തിന്റെ അവകാശിയായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ വിഷയത്തിൽ നമുക്ക് വലിയ സങ്കടമാണ്. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതിരുന്നാൽ, അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് സങ്കടമാണ്, പ്രയാസമാണ്. അതിന്റെ പേരിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചവരാണ്. പ്രിയമുള്ളവരെ, അത് ശരിയാണ്, അത് ഉണ്ടാകും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ആഖിറത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സ് വേദനിച്ചവരാണോ നമ്മൾ ആരെങ്കിലും? ഈ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നമസ്കാരം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ട്, അല്ലാഹുവേ ഇന്നെന്റെ ഈ വെള്ളിയാഴ്ചയിലെ സുബഹി നഷ്ടപ്പെട്ടല്ലോ റബ്ബേ എന്ന ഒരു വേദന പ്രിയമുള്ള മുസ്ലിമേ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായോ? ഒരു ദിവസത്തിലെ നമസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എനിക്കും നിങ്ങൾക്കും എന്നെ മാറ്റി നിർത്തിയല്ല ഈ ഖുതുബ പറയുന്നത്. ഇതൊരു വലിയ വിഷയമാണ്, ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്, ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്, ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. എത്രയെത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലൂടെ മരണത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യ, നീ അഹങ്കരിക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിലൂടെ അഹങ്കരിച്ചുകൊണ്ട് നടക്കണ്ട. കാരണം നിന്റെ മരണം എപ്പോഴാണെന്ന് നിനക്കറിയില്ല. എപ്പോഴാണ് കഫപ്പുടവയിൽ പൊതിയുക എന്നറിയില്ല. എപ്പോഴാണ് നിന്നെ ആളുകൾ ഏറ്റിക്കൊണ്ടു പോവുക എന്നറിയില്ല. അതുകൊണ്ട് ഉള്ള സമയം അത് റബ്ബിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാകണം. ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ
നമ്മൾ പലപ്പോഴും ആ വിഷയത്തിലൊക്കെ നമ്മൾ ഇപ്പോഴെന്താണ് പുറകിലാണ്. അത്ര വലിയ സങ്കടമൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. ഉണ്ടാവും. 2023 ജനുവരി 1 മുതൽ ഈ ഡിസംബറിന്റെ ഈ 27-ാം ദിവസം വരെ എത്ര തവണയാണ് ഖുർആൻ ഓതിയത്? എത്ര ഖത്തം നാം തീർത്തിട്ടുണ്ട്? ഈ വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞിട്ട്, അതല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രിയോ സുബഹിന്റെ വെള്ളിയാഴ്ചയിലോ ഈ സമയം വരെയുള്ള സമയത്ത് സൂറത്ത് അൽ-കഹ്ഫ് ഓതിക്കൊണ്ടാണോ ഈ പള്ളിയിലേക്ക് നിങ്ങൾ വന്നത്? ഹബീബായ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരാണോ? നിർബന്ധമായ കർമ്മങ്ങൾ നിർവഹിച്ചവരാണോ? ഖുർആൻ ഓതി പഠിച്ചവരാണോ? ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തവരാണോ? അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വിളിച്ചപ്പോൾ പോയവരാണോ? കുറവുണ്ടായിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യം. ആ ചിന്തയും ധാരണയും അതിനുള്ള ഒരുക്കവും ആര് നടത്തുന്നുവോ അവരാണ് ബുദ്ധിമാൻ. അല്ലാത്തവരോ പോകേണ്ടി വരും. ലോകത്ത് പലതും നടക്കുന്നത് സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, അതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ ആലോചിക്കേണ്ടത് ആ നമ്മൾ നിശ്ചലമായി കിടക്കുന്ന ദിവസത്തെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. മരിക്കുമെന്നല്ല പറഞ്ഞത്, മരണത്തെ രുചിച്ചറിയുന്നതാണ്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് പ്രിയമുള്ളവരെ, അത് അസഹ്യമായ വേദനയാണ്. അതാ മരണത്തിന്റെ സമയത്തെ അറിയുകയുള്ളൂ, അത് വിശദീകരിക്കാൻ സാധ്യമല്ല. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, പൊന്നുമോളെ, മരണത്തിന് അസഹ്യമായ വേദനയുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണത്തെ കുറിച്ച് എന്തേ നമ്മളാരും ഓർക്കാത്തത്? ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ വിഷയം വളരെ കൃത്യമായി പഠിപ്പിക്കുക. ആ ഒരു ഓർമ്മ വേണം നമുക്ക്. ഇനി ഖുർആൻ പറയുന്നത്, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, എവിടെയായിരുന്നാലും, എത്ര വലിയ കൊട്ടാരത്തിന്റെ ഉറപ്പുള്ള കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലായിരുന്നാലും, മരണത്തിന്റെ സമയം വന്നാൽ വലയുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ആ സമയം വന്നാൽ ഒരൊറ്റ സെക്കൻഡ് പോലും അല്ലാഹു പിന്തിപ്പിക്കുകയില്ല. എങ്ങനെ നമുക്ക് അഹങ്കരിച്ചടക്കാൻ പറ്റും? തോന്നിയാസം പറഞ്ഞ് നടക്കാൻ പറ്റും? വൃത്തികേട് ചെയ്ത് നടക്കാൻ പറ്റും? നമ്മുടെ മനസ്സനുവദിക്കുകയോ? ഇല്ല. അതുകൊണ്ട് എവിടുന്ന് പിടികൂടുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് തീർച്ചയായും ആ ഒരു മരണത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കണം. ഇനിയുണ്ട് എത്ര ആയത്തുകളാണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ പേടിച്ചോടിപ്പോകുന്നതായ മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നബിയെ പറയണേ, കുൽ, നബിയെ പറഞ്ഞു കൊടുക്കണ, ഇന്നൽ മൗത, തീർച്ചയായും മരണം, അല്ലദീ, അതിങ്ങനെയുള്ളതാണ്, തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നമ്മൾ ഓടിപ്പോകുന്നതായ മരണമുണ്ടല്ലോ, അത് നിങ്ങളെ
കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അവസാനം എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഗൈബറിയുന്ന, മറ്റെല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബിലേക്ക് തന്നെ മടക്കപ്പെടും. നമ്മളൊക്കെ പോവും. അവസാനത്തെ യാത്രയാണ്. ആ ടിക്കറ്റ് ആയിട്ട് മലക്കുൽ മൗത്ത് വരും, നമ്മളൊക്കെ പോകും. അതല്ലാത്ത യാത്രയിൽ പോകുമ്പോ എപ്പോഴാ വരുമെന്ന് ചോദിക്കുക, നമ്മളൊരു മറുപടി പറയും. 3 മാസം കൂടുമ്പോ വരാം, 6 മാസം കൂടുമ്പോ വരാം, അപ്പം കടിച്ചു പൊളിക്കാന്നൊക്കെ പറയും. ഇതിനൊരു മറുപടി ഇല്ല. ഇസ്രയേലേ, ഒരുപാട് നിറഞ്ഞ കണ്ണുകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിന്റെ ഇടയിലൂടെ കൊണ്ടുപോകുന്ന നമ്മുടെ മയ്യത്ത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു മരണത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ ചിന്തിക്കാം. നമ്മള് പരലോകം മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് വേണ്ട. എന്റെ മരണം എവിടെയാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല പ്രിയമുള്ളവരെ. ഉപ്പാനോട് സലാം പറഞ്ഞു, ഉമ്മയോട് സലാം പറഞ്ഞു, ചെറിയ മക്കളുടെ മുഖത്ത് മുത്തം കൊടുത്ത് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു വരുന്നത് ജീവനോടുകൂടെ ആയിരിക്കണമെന്നില്ല പ്രിയമുള്ളവരെ. കെട്ടിപ്പൊതിഞ്ഞ് ഒന്നും നോക്കാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് ഒരു പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാം. ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല പ്രിയമുള്ളവരെ. ആർക്കും അറിയാൻ സാധിക്കുകയില്ല. സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ട് ഒരു പേഷ്യന്റിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ അതേ പേഷ്യന്റിന്റെ മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ചത് നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്. മനസ്സിലായോ? ഒരു ഡോക്ടർക്ക് പോലും ഡോക്ടറുടെ പൾസ് നോക്കി മരണത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലെ ഉപകരണത്തിനോ അദ്ദേഹത്തിനോ കഴിയില്ല പ്രിയമുള്ളവരെ. അത് അറിയുന്നവൻ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവോന്നതനായ സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് അത് അറിയുകയുള്ളൂ. അതുകൊണ്ട് അഹങ്കരിക്കണ്ടെന്നാ പറയുന്നത്. ആ ഓർമ്മ നമുക്ക് വേണം. പരലോകം മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അല്ലെ, എല്ലാം ആഘോഷമാണ്, എല്ലാം ആഘോഷമാണ്. ഒരു മതത്തിന്റെ ആരാധനയുടെ പേരിൽ ഇന്നലത്തെ റിപ്പോർട്ട് 2023 മദ്യക്കച്ചവടത്തിനേക്കാൾ 24% വർധനവ്. അത്രമേൽ കേരളത്തിലെ മനുഷ്യർ കുടിച്ചു. ഈ ബാക്കി റെക്കോർഡ് തകർക്കാൻ ഈ 2 ദിവസം കൂടി ബാക്കിയില്ല. പത്രത്തിൽ വായിക്കാം. ആഘോഷങ്ങൾക്ക് പരലോകത്തെ പേടിക്കുന്ന മുസ്ലിം ആഘോഷത്തിൽ പോകൂല. അള്ളാഹനെ പേടിക്കുന്ന മുസ്ലിം ആഘോഷത്തിൽ പോകൂല. മരണത്തെ ഭയപ്പെടുന്ന മുസ്ലിം ആഘോഷത്തിൽ പങ്കെടുക്കില്ല. മലക്കുൽ മൗത്ത് വരാനുള്ള, മലക്കുൽ മൗത്തിന്റെ ആത്മാവിനെ പിടിക്കുമെന്ന് ഓർമ്മയുള്ള ഒരു മുസ്ലിം ഹറാമിലേക്ക് പോവില്ല. ആ ഹറാമുകളിലേക്ക് പോകുമ്പോ നിസ്കാരം ഉപേക്ഷിക്കേണ്ടി വരും, ഇശാ ഒഴിവാക്കേണ്ടി വരും, മഗ്രിബ് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒന്നുമല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാതെ, സ്വർഗത്തിന്റെ അനുഭൂതി കിട്ടാതെ, നരകത്തിന്റെ വേദനയോടുകൂടെ, ഭയാനകരമായ പിടുത്തത്തോടുകൂടെ മലക്കുകൾ അടിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തി ആത്മാവിനെ പിടിക്കുന്ന ഒരു രൂപത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ പറയേണ്ടി വരും. എന്റെ വാക്കല്ല, ഹബീബിന്റെ വാക്കാണ്, മുത്ത് റസൂലിന്റെ വാക്കാണ്, പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. ലോകത്തെ മുഴുവൻ മുസ്ലിമും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ നേതാവിന്റെ വാക്കാണ്. പ്രിയമുള്ളവരെ, തള്ളാൻ കഴിയില്ല, ഹക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞുപോയ മാസങ്ങളിൽ കുറവുകൾ വന്നതിനെ ഒന്ന് ചിന്തിക്കാൻ പുറകോട്ട് പോ, ഒന്ന് ആലോചിക്ക്, ഒന്ന് ചിന്തിക്ക്, എന്തെല്ലാം പറ്റി, എന്തെല്ലാം നേടാൻ പറ്റി എന്ന്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ചിന്തിച്ചോളിയും. ഇദാ ഖുംത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഅ. ഈ ജുമുഅ നമസ്കരിക്കുമ്പോ ഒരു വിടവാങ്ങലുകാരന്റെ നിസ്കാരം പോലെ നിസ്കരിക്കുക.
ഇദാ ഖുംത ഫീ സ്വലാത്തിക, നീ നമസ്കരിക്കുമ്പോ ഒരു വിടവാങ്ങലുകാരന്റെ നമസ്കാരം പോലെ. അതെ, ഈ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ നമസ്കരിക്കുന്ന നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച ഈ ജുമുഅ കഴിഞ്ഞ് ഇന്നിന്റെ അസ്ർ എനിക്ക് നിസ്കരിക്കാൻ കഴിയുമോ അല്ലാഹ്? ഇത് വിടവാങ്ങലിന്റെ ജുമുഅയാണോ റബ്ബേ എന്ന് ചിന്തിച്ചാൽ അത് മരണത്തെ കുറിച്ച് ഓർക്കാനുള്ള ചിന്തയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല, ഖബർ സന്ദർശിക്കാൻ പറഞ്ഞ റസൂലേ, അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സിയാറ പോലെയില്ല. ഹഖ് ജാൽ ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കാനല്ല, ആ ഖബറാളിയോട് പ്രാർത്ഥിക്കാനല്ല, അമ്പിയാക്കളോടും മൗലിയാക്കളോടും പ്രാർത്ഥിക്കാനല്ല, മറിച്ച് നിങ്ങൾ ഖബർ സന്ദർശിക്കണം, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാൻ. ഒരു ഖബർ കണ്ടാൽ, അല്ലാഹുവേ, ഇതുപോലെ ഞാനും ഈ 6 അടി മണ്ണിൽ കിടക്കേണ്ടവനാണല്ലോ റബ്ബേ, അങ്ങനെ കിടക്കാൻ എന്താണ് എന്റെ കയ്യിലുള്ളത്, ഞാൻ എന്താണ് സമ്പാദിച്ചു വെച്ചത് എന്ന് ചിന്തിക്കാനുള്ള ബോധം അതുണ്ടാകാൻ ഖബർ സന്ദർശിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ദുനിയാവിൽ നേടിയിട്ടില്ലേ പലതും? വീട് നേടിയില്ലേ, വാഹനം നേടിയില്ലേ, മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചില്ലേ? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മക്കളെ നോക്കുമ്പോ മക്കളില്ല, മക്കളെ നോക്കുന്നില്ല, വയോവൃദ്ധരായി സങ്കടത്തോടുകൂടെ സമ്പാദിച്ചത് മുഴുവനും ഉപയോഗിക്കാൻ പറ്റാതെ അനാഥരായി നിൽക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? നമുക്ക് ഉപകരിക്കാതെ പോകുന്നു. പ്രിയമുള്ളവരെ, സമ്പാദിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹ് നൽകുന്നത് സ്വീകരിച്ചോളൂ, വീട് ആവശ്യമുള്ളത് ഉണ്ടാക്കിക്കോളൂ, വാഹനം വേണമെങ്കിൽ വാഹനം മേടിച്ചോളൂ, പക്ഷേ ആഖിറത്തിലെ സമ്പാദ്യം മറന്നു പോകരുതേ. ഇതേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദുനിയാവിന് വേണ്ടി സമ്പാദിക്കുമ്പോ ആഖിറത്തിന് വേണ്ടിയും സമ്പാദിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നൽ ഖബർ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിന്റെ ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനം അത് ഖബറാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കവാടത്തിലൂടെ കടക്കേണ്ടവർ ഫഇന്ന ജാമിന്നു ഫമാ ബഅദു ഐസർ ഐസറ മിൻഹു ഫഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ. ആരെങ്കിലും അതിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് വളരെ എളുപ്പമായിരിക്കും. നോക്ക്, ഫഇന്ന ജാമിൻഹു, ആ ഖബറിൽ നിന്ന് ആരെങ്കിലും വിജയിച്ചാൽ, രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് വളരെ എളുപ്പമായിരിക്കും. വഇൻ ലം യൻജു മിൻഹു, അഥവാ എളുപ്പമായില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അതിനുശേഷം വളരെ കഠിനമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, കുടുംബത്തെ പഠിപ്പിക്കണം, മറ്റുള്ളവരോട് പറയണം. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുള്ള അവസരമാണ്. ഒന്ന് ആലോചിക്കുക, ഇന്നത്തെ ഈ ഖുതുബ കേട്ട് ഒന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ട നമസ്കാരത്തെ കുറിച്ച് അല്ലാഹ് നൽകിയ അനുഗ്രഹം തന്ന് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഒരു 24 മണിക്കൂറിലെ 24 മണിക്കൂറിൽ കേവലം 1 മണിക്കൂർ നേരം 5 വക്തുകൾക്കായിട്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ നേരം 5 വക്തുകൾക്കായിട്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാണ്? ഈ ചോദ്യവുമായിട്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് ഈ പള്ളി വിട്ട് നിങ്ങൾ പോകേണ്ടത്. അത്രമേൽ അനുഗ്രഹങ്ങൾ. എത്രയെത്ര ആളുകളാണ് തളർന്നു കിടക്കുന്നത്. പെട്ടെന്ന് വന്ന അസുഖത്തിന്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് ഇൽമ പറഞ്ഞു കൊടുത്ത്, സന്മാർഗം പറഞ്ഞു കൊടുത്ത്, തൗഹീദിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഹാരിസ് മൗലവിയെ പോലുള്ള പല ആളുകളും ആശുപത്രി കിടക്കയില്ല. മനസ്സിലായോ? ഒരു തളർച്ച വന്നാൽ കിടക്കാൻ നമുക്ക് പറ്റാത്ത, നമുക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ പ്രിയമുള്ളവരെ പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു ആ മഹാനായ പണ്ഡിതനെ ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ, ശിഫ നൽകട്ടെ. അല്ലാഹുവേ, പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെ വന്ന് ഇൽമ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് അല്ലാഹുവേ നീ ശിഫ നൽകണേ റബ്ബേ. നിന്റെ ശിഫയില്ലാതെ ഒരു ശിഫയില്ല റബ്ബേ. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ആ മഹാനായ പണ്ഡിതന്റെ വാക്കുകൾ കേൾക്കാൻ, അദ്ദേഹത്തിന്റെ പ്രബോധന മേഖലകളിൽ ചെന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ആ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹുവേ, ശിഫ നൽകണേ റഹ്മാനേ. അങ്ങനെ കുറേ ആളുകൾ
കുറേയേറെ ആളുകൾ നമ്മുടെ കുടുംബത്തും വീട്ടിലൊക്കെ ഉണ്ട്. മരുന്ന് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പല അസുഖങ്ങൾക്കും പല രീതിയിലും മരുന്ന് കഴിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിച്ചോളൂ, ഒരു ബ്ലോക്ക് മതിയാകും, എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് മതിയാകും വീഴാൻ, ഇല്ലാണ്ടാകാൻ. എത്ര ആളുകൾ പെട്ടെന്ന് വീണ് ഇങ്ങനെ. അതുപോലെ ഒരു നാൾ നമ്മളെ കൊണ്ടുപോകുമെന്ന് ഓർമ്മ നമുക്കുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ചിന്തിക്കണം. ഈ ഖുത്ബ കേട്ടിട്ട്, കേവലം ഒരു ഖുത്ബ കേട്ട് ഈ പള്ളിക്ക് പുറത്തിറങ്ങുമ്പോൾ ഈ പുറത്ത് തന്നെ ഇട്ടേച്ച നിങ്ങൾ ആരും പോകരുത് പ്രിയമുള്ളവരെ. ഇത് നാളെ രേഖയാണ്. നിങ്ങളിത് കേട്ടത് രേഖയാണ്. ചോദിക്കുന്നതാണ് റബ്ബ് നാളെ കോടതിയിൽ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ. കേട്ടിട്ട് കുറവുകൾ നികത്തണേ. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. അല്ലാഹുവേ പൊറുക്കണേ റബ്ബേ. കഴിഞ്ഞുപോയ മാസങ്ങളിൽ, വർഷങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ട് റബ്ബേ. പൊറുക്കണേ അല്ലാഹുവേ. നീ ഒരിക്കലും ആ തെറ്റിലേക്ക് പോവുകയില്ല റബ്ബേ. ഖേദത്തോടുകൂടെ റബ്ബേ നിന്നിലേക്ക് മടങ്ങുകയാണ് എന്ന് മനസ്സ് തുറന്ന റബ്ബിനോട് പറഞ്ഞ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ തൗബത്തൻ നസൂഹ. നിങ്ങൾ ഏറ്റവും നല്ല തൗബ ചെയ്ത റബ്ബിലേക്ക് മടങ്ങുക പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഹബീബായ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്. ആ ഹദീസ് അല്പമെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഈമാനിന്റെ അംശമുണ്ടെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത് ഇമാം അൽബാനി സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസ്. മാ റഅയ്തു മൻദറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്ർ അഫ്ളഉ മിൻ. ഖബറിനേക്കാൾ ഭയാനകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖബറിനേക്കാൾ ഭയാനകരമായ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന് പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഈ ഹദീസ് നിങ്ങളുടെ നെഞ്ചകത്തുണ്ടാവട്ടെ. ഈ പ്രവാചക വചനം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ. ഇത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള സമയം അല്ലാഹുവിലേക്ക് മടങ്ങാനും അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ടതാണ് നമ്മുടെ മക്കൾ. ചെറുപ്പം മുതലേ ഇസ്ലാമിക ചിട്ട അവർക്ക് വേണം. അതിനാവശ്യമായ പലതും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ മക്കൾ നമുക്ക് കിട്ടണം. അവരെ സമയം വെറുതെ ചെലവഴിക്കരുത്. വളരെ നല്ല രീതിയിൽ അവരെ ചേർത്ത് പിടിക്കണം. അതിനെ നമ്മുടെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് അവർക്ക് നല്ലത് കിട്ടാൻ അവരുടെ പ്രായത്തെ മാനിച്ച്, അവരുടെ വയസ്സിനെ മാനിച്ച്, അവരോട് ചേർന്ന് കളിച്ച് രസിച്ച് ഉല്ലസിച്ച് ഹലാലായ മാർഗത്തിലൂടെ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രോഗ്രാമാണ് ദിശ. നമ്മുടെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പള്ളിയിൽ ശനിയാഴ്ച രാവിലെ അഥവാ നാളെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 മണി വരെയുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വരിക. നമ്മുടെ വീട്ടിലുള്ള മക്കളെ നമ്മളൊന്ന് കൊണ്ടുവരണം. അവർ പഠിക്കട്ടെ. ഇങ്ങനെ ഒരു പോലീസുകാരന്റെ വീഡിയോ ഞാൻ കണ്ടു. അയാൾ പറയാണ്, ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈസൻസ് ചോദിക്കുമ്പോ, അതല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടാത്തവരോട് ചോദിക്കുമ്പോ
മുസ്ലിം ആണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും, ഈമാൻ കാര്യം എത്ര, ഇസ്ലാം കാര്യം എത്ര? ആ മനുഷ്യൻ പറയാണ് 90% ആളും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ, ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലാണ് അദ്ദേഹം പോലീസ് വേഷത്തിൽ. പിന്നീട് ചെക്ക് ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ ശതമാനം കുറഞ്ഞു. പിന്നെ ഇസ്ലാംകാരെ ഈമാൻകാരും ചോദിച്ചപ്പോഴൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ വരുന്നു, ഹെൽമെറ്റ് ഇല്ലെങ്കിലും ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈമാനിസിനെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ആൾക്കാർ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, അതല്ല നമുക്ക് പഠിക്കാണ്ട്. ആലോചിച്ചോളി, നമ്മുടെ മക്കളൊന്ന് വിളിച്ച് ചോദിക്കുക, ഇസ്ലാമും ഈമാൻ എന്താ, എത്ര ഉണ്ട്? ഇന്നത് പഠിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. അതിനാ നമ്മുടെ മക്കളെ വിളിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഗുണങ്ങളുണ്ട്. ഒരു ദിവസം ഒരേ ഒരു ദിവസത്തിന്റെ കുറച്ച് സമയം നമ്മുടെ മക്കളെ കൈപിടിച്ചിട്ട് ദിശ എന്ന് പറയുന്ന ഒരു പദത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം നോക്കിങ്ങനെ നമ്മുടെ മക്കൾക്ക് നേരിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ, ഉപകാരപ്പെടുന്ന മക്കളാകാൻ, നാളെ നമ്മെ ആ മക്കളിലേക്ക് ചേർത്ത് പിടിക്കുന്ന മക്കളാകാൻ. പ്രാർത്ഥന മാത്രം പോലും പ്രവർത്തനം വേണ്ടേ? അതുകൊണ്ട് ആ നിലക്ക് ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ മക്കളെ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 4ാം ക്ലാസ് മുതലുള്ള എല്ലാ വിദ്യാർത്ഥിനികളും ഇൻഷാ അല്ലാഹ് ആ പരിപാടിയിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരിപാടിയിലൊക്കെ പങ്കെടുത്ത് സന്തോഷമുള്ള കുടുംബജീവിതമായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞ ഹാരിസ് മൗലവി വിഷയം സംബന്ധിച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നമുക്കറിയാവുന്ന ഒരു പണ്ഡിതനാണ്, കുറേയേറെ പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ വലിയ ഒരു പ്രയാസത്തിലായിരുന്നു മുജാഹിദ് ബാലുശ്ശേരി. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം വീണ്ടും പ്രഭാഷണ രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ യാത്രക്കുണ്ടായപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് പ്രോഗ്രാമിന് പോകാൻ പോലും ഡോക്ടർ പറഞ്ഞതാണ് നിങ്ങൾ അടങ്ങിയിരിക്കണം. പക്ഷെ അദ്ദേഹം പറയാണ്, പ്രോഗ്രാമിന് പോകാതെ, പ്രസംഗിക്കാൻ പോകാതെ, ക്ലാസ് എടുക്കാൻ പോകാതെ വല്ലാത്ത ഒരു മനോവേദന. അങ്ങനെ ഇരുന്ന് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, പ്രാർത്ഥന ഫലം കൊണ്ട് ഇപ്പൊ അദ്ദേഹം പൊതുവേദികളിൽ ഇൽമു പറയാൻ വേണ്ടി വന്നു തുടങ്ങിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഇത് പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഷാഫിയായ റബ്ബ് തീരുമാനിച്ചാൽ ശിഫ കിട്ടും. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് അവർ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, കഴിഞ്ഞുപോയ മാസങ്ങളിൽ, വർഷങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ നീ പൊറുക്കണേ റഹ്മാനേ. മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടെ, മുസ്ലിമിന്റെ ഇസ്സത്തോടുകൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി സ്വർഗത്തിന്റെ അനുഭൂതിയോടുകൂടെ മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, രാവും പകലും എന്ന പോലെ ദീന് പറഞ്ഞു തരുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അല്ലാഹുവേ, അവർക്കെല്ലാം ആയുരാരോഗ്യം നൽകണം റഹ്മാനേ. ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകണം റഹ്മാനേ. രോഗങ്ങൾക്ക് നിശിഫ നൽകണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് നാഥ. അല്ലാഹുവേ, വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ശിഫ നൽകണം റഹ്മാനേ. കാരുണ്യം നൽകണം റഹ്മാനേ. വേദനകളും പ്രയാസങ്ങളും ഉള്ളവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു തൗഫീഖ് നീ നൽകണം റഹ്മാനേ. ഈമാനിനെ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനേ. അല്ലാഹുവേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, നിങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം നൽകുന്ന, ദീനിന് ഉപകരിക്കുന്ന, നാടിന് ഉപകരിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി
المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا وقرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.